ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ആദ്യത്തെ പണി, ചിയ സീഡ് വെള്ളത്തിലിട്ട് വയ്ക്കുക എന്നുള്ളത്. ഈ ചിയ സീഡാണ് ഞങ്ങൾ മിക്കപ്പോഴും മേടിക്കുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ മേടിക്കും കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഗ്ലാസ്സിൽ ഇത് ഇത്രയാണ് ഇടാറ്. ഇത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കും. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിച്ചിരിക്കും കേട്ടോ. ഞാൻ മിക്കപ്പോഴും ചായക്ക് മുമ്പ് കഴിക്കാറുണ്ട്. മറന്നു പോണ ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ കഴിക്കും. അപ്പോൾ ഇത് കുറേ നേരം അങ്ങ് വെള്ളത്തിൽ കിടന്ന് നല്ല കുതിർന്നിട്ടുണ്ടാവും. അതങ്ങനെ തന്നെ കുടിക്കും കേട്ടോ. അപ്പോൾ ശീലമായി നമ്മുടെ മോർണിംഗിൽ ഈ സംഭവം. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു തട്ടിക്കൂട്ടാണ് കേട്ടോ. ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ചപ്പാത്തി ബാലൻസ് ഇരിപ്പുണ്ട്, കറി ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഇരിക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആവുകയും ചെയ്യും. എന്നാൽ ഇന്നത്തെ സംഭവം തികയോ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വെജിറ്റബിൾസൊക്കെ ഇട്ടെന്ന് നമ്മുടെ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുന്നത് മിക്കപ്പോഴും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ചപ്പാത്തി കുനുകുന അരിഞ്ഞു വെച്ചു. ചപ്പാത്തി അരിയാൻ തനീഷേട്ടൻ വന്ന് അരിഞ്ഞോളാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് വലിയ ഓയിലൊന്നും ചേർക്കാതെ ഒന്ന് ഹാഫ് വേവ് മതിയാവും കേട്ടോ. അതുകൊണ്ട് അത് ചെയ്തെടുത്തതിന് ശേഷം ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്ന് സെറ്റാക്കിയപ്പോഴത്തേന് അനീഷയുടെ ചപ്പാത്തി അരിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ്റെ പീസ് ഇരിപ്പുണ്ടായിരുന്നു. അതും ചെറു ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതും ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ 5 ചപ്പാത്തി ഉണ്ടായിരുന്നു. 5 ചപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മൾ 2 വെച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തികയില്ല. ചിലപ്പോൾ വിശപ്പ് കൂടുതലുള്ള ദിവസമാണെങ്കിൽ 2.5-3 അത്തേക്ക് എത്തും. അപ്പോൾ എന്തായാലും ഇത് തികയില്ല. പിന്നെ കറിയാണെങ്കിലും തികയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടി ആകുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ടേസ്റ്റിയാണ്. വെജിറ്റബിൾസും ചെല്ലും. മാളുവിന് വെജിറ്റബിൾസ് കഴിപ്പിക്കാനായിട്ട് ഈ നൂലപ്പം ബാലൻസ് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തി ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുണ്ടാക്കി ഇന്ന് കഴിക്കാമെന്ന് പറഞ്ഞ കാരണം ഞാനതങ്ങ് ഉണ്ടാക്കി. ഇന്നൊരു അവധി ദിവസമായിട്ടോ. എന്നാലും അനീഷേട്ടന് എന്താ ആവശ്യത്തിന് ഇന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ അനീഷേട്ടൻ റെഡിയായി കഴിഞ്ഞായിരുന്നു. റെഡിയായി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് എനിക്കത് അരിഞ്ഞൊക്കെ തന്നത്. മാളൂട്ടി രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ കയറിയിട്ടുണ്ട്. മാളൂട്ടി കുളിക്കാൻ കയറി കുറച്ച് സമയം എടുക്കും അതെല്ലാം കഴിഞ്ഞു വന്നെങ്കിൽ. അപ്പോൾ ചപ്പാത്തിയൊക്കെ അരിഞ്ഞ് കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട്. മിക്സ് അധികം ചപ്പാത്തിയായിട്ട് മിക്സ് കുറവാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ഒന്ന് ഇച്ചിരി ഇട്ട് നോക്കി. ഓക്കെയാണ്, അതും കൂടി ഇടാമെന്ന് തോന്നി അതും അരിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പെട്ടെന്ന് റെഡിയായി. എല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം കൂടെ മിക്സ് അടിച്ച് ഇത് ഇങ്ങനെ ഒരു സംഭവമാക്കി കേട്ടോ. അപ്പം നമ്മുടെ ഫുഡൊന്നും വേസ്റ്റ് ആയുമില്ല, എന്നാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാകുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും ഇഷ്ടമുള്ളൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. മാളൂട്ടിയാണെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ പതിയെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ ശരിക്കും ഞങ്ങൾ ക്രഷ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല. ഇപ്പം വെജിറ്റബിൾ ഏതാ ചപ്പാത്തി ഏതാ ചിക്കൻ ഏതാണെന്ന് കണ്ടാൽ തിരിച്ചറിയില്ല. അതുപോലെ മിക്സായി. അപ്പോൾ എന്തായാലും മാളൂട്ടിക്ക് വെജിറ്റബിൾസ് ഉള്ളിൽ ചെന്നോളും. മാളുവിനെ മിക്കപ്പോഴും ഇങ്ങനെയുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചായിട്ടാണ് നമ്മൾ വെജിറ്റബിൾസ് കഴിപ്പിക്കുന്നത്. പിന്നെ തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിച്ചോളും. എന്നാലും അത് കുറച്ചേ കഴിക്കത്തുള്ളൂ. മാളുകുട്ടി കുളിക്കാൻ ഇന്ന് തല നനച്ച് കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നരാടെ തല നനയ്ക്കത്തുള്ളൂ. കാരണം ഡെയിലി തല നനച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നണം നമ്മുടെ മുടി മൊത്തം ഊരിപ്പോവും. പിന്നെ നിറച്ച് പൊടിയും പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നരാടാണ് തല കുളിക്കുന്നത്. അപ്പോൾ മാളൂട്ടിയുടെ തല കുളിക്കുന്ന ദിവസമായതുകൊണ്ട് മാളൂട്ടിക്ക് നല്ല സമയം എടുക്കും. അനീഷേട്ടൻ ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങളങ്ങ് കഴിച്ചു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.